ഒരു ചെറിയ മെസ്സേജ് കൂടി. ഇപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ്. പാമ്പടിയുടെ എണ്ണം കൂടുന്നു, പാമ്പടി മരണം കൂടുന്നു. കുട്ടികൾക്കാണ് കൂടുതലും കടി കിട്ടുന്നത്. കുട്ടികളെ സൂക്ഷിക്കണം. ഒരു കാരണവശാലും കൊച്ചു മക്കൾക്ക് ഉപയോഗിക്കുന്ന നിങ്ങൾ മുന്തിയ കാറുകളൊക്കെ വാങ്ങുന്നുണ്ട്. അതെല്ലാം അപകടമാണ്. വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. വാങ്ങുന്ന സമയത്ത് പകൽ സമയത്ത് നിങ്ങൾ വൈകിട്ട് ഉപയോഗിക്കാതെ വെച്ചിട്ട് പിറ്റേന്ന് ഉപയോഗിക്കണമെങ്കിൽ അത് രാവിലെ ഒന്ന് വെയിലത്ത് എടുത്തിട്ടിരിക്കുക. അതിനുശേഷം ഉപയോഗിക്കുക. ഇഴജന്തുക്കൾ അതിനകത്ത് നിന്ന് ഞാനിപ്പോൾ 100ഓളം കേസുകളാണ് കഴിഞ്ഞ വർഷം വണ്ടികളിൽ നിന്ന് പാമ്പുകൾ എടുത്തത്. കൊച്ചുമക്കൾ ഇപ്പോഴും ഒരു കൊച്ചുമോന് ഇന്നലെ 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് അണലിയുടെ കടിയേറ്റ് സീരിയസ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ ഞാൻ പിന്നെ ഡോക്ടറോട്ടൊക്കെ സംസാരിച്ച് നല്ല ട്രീറ്റ്മെൻറ്റ് കുട്ടി ഇന്നോട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. നാളെ മറ്റന്നാൾ വാർഡിലേക്ക് മാറ്റും. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. അണലി പ്രസവിക്കുന്ന സമയമായിട്ടുണ്ട്. മൂർഖൻ മുട്ടയിട്ട് കുഞ്ഞു വിരിയുന്ന സമയമായിട്ടുണ്ട്. ഒറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. വീട്ടിൻ്റെ പരിസരത്ത് വെള്ളം വീഴാതിരിക്കാൻ ശ്രമിക്കുക. ഡോഗിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു ചെറിയ പാത്രങ്ങളിൽ താഴെ വെള്ളം വെക്കാതിരിക്കുക. പക്ഷികൾക്ക് വെള്ളം വെക്കുന്നുണ്ടെങ്കിൽ താഴെ വെക്കാതിരിക്കുക. 5 അടിക്കെങ്കിലും മേളിൽ ഹൈറ്റുള്ള സ്റ്റാൻഡിലോ മതിലിൻ്റെ പുറത്തോ ഒക്കെ മാത്രമേ പക്ഷിക്കും അണ്ണാനും ഒക്കെ വെള്ളം കുടിക്കാൻ വെക്കാൻ പാടുള്ളൂ. അടുക്കളയിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടെങ്കിൽ അതൊരു പാത്രത്തിൽ ശേഖരിച്ച് അടുത്ത പറമ്പിലേക്ക് കളയാൻ ശ്രമിക്കണം. ഒരു കാരണവശാലും ഇഷ്ടിക, ഓട്, കദമ്പ അഥവാ തൊണ്ട് എന്നറിയപ്പെടുന്ന ചകിരി എന്നറിയപ്പെടുന്ന സാധനങ്ങളൊന്നും താഴെ കൂട്ടി വെക്കാതിരിക്കുക. നിർബന്ധമായിട്ടും ഷൂ ഉണ്ടെങ്കിൽ ഷൂ റാക്കുകൾ വരാന്തയ്ക്ക് താഴെ വെക്കാതിരിക്കുക. ഷൂ ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഹിപ്പിൻ്റെ ഹൈറ്റിലേക്ക് ഷൂ ഒക്കെ വെക്കാൻ പരമാവധി ശ്രമിക്കണം. ഈ റോസ പോലുള്ള ചെടികളെയൊക്കെ സ്നേഹിക്കുന്നവർ നിർബന്ധമായിട്ട് പ്രഭാതങ്ങളിലോ സന്ധ്യകളിലോ ചെടിയിലൊക്കെ പോയി ഇങ്ങനെ തടവി സ്നേഹിക്കാൻ ശ്രമിക്കരുത്. കാരണം മുട്ട വിരിഞ്ഞ് പോകുന്ന മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മൂർഖൻ അതിഥിയുടെ കുഞ്ഞുങ്ങൾ അപകടകാരികളല്ല. പ്രസവിക്കുന്ന അണലി അതിഥികളുടെ കുഞ്ഞുങ്ങൾ അപകടകാരികളാണ്. അത് ഈ ചെടിയിലൊക്കെ കയറി ചുറ്റിയിരിക്കും. നമ്മൾ അറിയാതെ പോയി തട്ടും പിടിക്കും. അപ്പോൾ കടിക്കും. നമ്മൾ ചിലപ്പോൾ അപ്പോഴും നമുക്ക് വേദന ചെറുതായിട്ടേ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ റോസമുള്ളാണെന്ന് വിചാരിക്കും. പിന്നീട് രാത്രി ആകുമ്പോഴേക്കും നമുക്ക് കൂടുതലാവുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, ഹീമോടോക്സിൻ, കിഡ്നിയൊക്കെ ബാധിക്കുന്ന, രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം, മൂത്രതടസ്സമൊക്കെ വരുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. അത് അപകടത്തിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. എന്തായാലും പൂക്കി ഗ്രാമം എന്നുള്ള ഈ ചാനലിൽ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചതിൽ പ്രത്യേകിച്ച് നന്ദി. ഇത്രയും നേരം എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ നന്ദി. എന്തായാലും വളരെ സന്തോഷം. എല്ലാവരും തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേര് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ പൂക്കി ഗ്രാമം എന്ന ചാനൽ ലോകം മൊത്തം ആൾക്കാർ കാണട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും നന്ദി. നമസ്തേ.